जय राधा माधव जय कुञ्ज विहारी जय गोपीजन वल्लभा जय गिरिवरधारी जय गोपीजन वल्लभा जय गिरिवरधारी जय यशोदनन्दना जय व्रजजनरञ्जना जय यशोदनन्दना जय व्रजजनरञ्जना जय यमुनातीरवनचारि जय कुञ्ज विहारी जय राधा माधव जय कुञ्ज विहारी जय राधा माधव जय कुञ्ज विहारी जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासदि गौरभक्तवृन्द हरे कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण 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 हरे 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 राम 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 हरे हरे जय राधा माधव राधे जय राधा श्याम सुंदर राधे जय कृष्ण बलराम जय कृष्ण बलराम जय कृष्ण बलराम जय वृंदावन धाम जय जय प्रभुपाद जय जय प्रभुपाद जय जय गुरुदेव जय जय गुरुदेव. ഇന്നത്തെ ഭഗവത്ഗീത സത്സംഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് ഇന്നത്തെ സത്സംഗം തുടങ്ങാം. ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ ഭഗവതേ വാസുദേവായ നാരായണം നമസ്കൃത്യം നരം ചൈവ നരോത്തമം ദേവീം സരസ്വതിം വ്യാസം തതോ ജയമുദീരയത് നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയ ഭഗവതേ ഉത്തമശ്ലോകേ ഭക്തിർഭവതി നഷ്ടകി മൂകം കരോതി വാചാലം പങ്ക്വം ലംഘയതി गिरिं यत्कृपातमहं वन्दे श्रीगुरुं दीनदारिणं यत्कृपातमहं वन्दे परमानन्दमाधवं यत्कृपातमहं वन्दे श्रीचैतन्यमीश्वरं कृष्णाय वासुदेवाय देवकीनन्दनाय च नन्दगोपकुमाराय गोविन्दाय नमो नमः. ॐ अज्ञानतिमिरान्तस्य नानाजनशलाकया चक्षुरुन्मीलितं येन तस्मै श्रीगुरुवे नमः. श्रीचैतन्यमनुभीष्टं स्थापितं येन भूतले स्वयं रूपकदा मह्यं ददाति स्वपदान्तिकं वन्देऽहं श्रीगुरु श्रीयुतपदकमलं श्रीगुरून् वैष्णवांश्च श्रीरूपं सहजातं सहगणरघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधाकृष्णपादान् सहगणललिता श्रीविशाखान्वितान् च तप्तकाञ्चनगौराङ्गी श्रीराधे वृन्दावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये. हे कृष्ण करुणा सिन्धु दीनबन्धो जगत्पदे
गोपेश गोपिकान्त राधा कान्त नमोऽस्तुते वंशकल्पतरुभ्यश्च कृपा सिन्धुभ्यैव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। नमः ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमते जयपदागस्वामिन्निति नामिने नमः आचार्यपादाय निताकृपप्रदायिने गौरकदादामदाय नगरग्रामतारिणे नमः ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमते भक्तिवेदान्तस्वामिन्निति नामिने नमस्ते सरस्वते देवी गौरवाणी प्रचारिणे निर्विशेषशून्यवादी पाश्चात्यदेशतारिणे। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौरभक्तवृंद। हरे कृष्णा कृष्ण कृष्ण हरे 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 राम രാമ രാമ ഹരേ ഹരേ. അപ്പോൾ ഇന്നത്തെ സത്സംഗത്തിൽ ഒത്തുകൂടി എല്ലാവരെയും പാദങ്ങൾ ഞാൻ പ്രണമിക്കുന്നു. അപ്പോൾ നമ്മളിപ്പോൾ 8ാമത്തെ അധ്യായം കഴിഞ്ഞു. കുന്തിദേവിയുടെ പ്രാർത്ഥനകളൊക്കെ നമ്മൾ നോക്കി. ഇപ്പോൾ നമ്മൾ 9ാമത്തെ അധ്യായമാണെന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. ശ്രീകൃഷ്ണ ഭഗവാന്റെ സാമീപ്യത്തിൽ ഭീഷ്മദേവൻ്റെ വിയോഗം എന്നത്. അപ്പോൾ നമ്മൾ മുന്നേ ഇപ്പോൾ ഭീഷ്മദേവൻ്റെ ആ വിയോഗമാണ് അപ്പോൾ ഈ അധ്യായം ഫുള്ള്. അപ്പോൾ നമ്മൾ 7ാമത്തെ അധ്യായത്തിൽ മഹാരാജ് പരീക്ഷത്തിൻ്റെ ആ ഒരു ജനനത്തെ പറ്റി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഉത്തരയുടെ ആ ഒരു ഗർഭത്തിനെ ഭഗവാൻ രക്ഷിച്ചത് പറയുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഭഗവാൻ ആ ഹസ്തിനാപുരത്തിൽ നിന്ന് ദ്വാരകയിലേക്ക് പോവുകയാണ്. അപ്പോൾ അങ്ങനെ അതിൻ്റെ ഇടയിൽ നടക്കണം. അപ്പോൾ ആ ഒരു കുറേ സംഭവങ്ങളാണ് വേണം. അപ്പോൾ 8ാമത്തെ ചാപ്റ്ററിൽ അങ്ങനെ കുന്തിദേവിയുടെ പ്രാർത്ഥനകൾ നമ്മൾ കണ്ടു. 9ാമത്തേൽ ഇനി ഭീഷ്മദേവൻ്റെ ആ വിയോഗമാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഇനി 10-11 ഭഗവാൻ ഹസ്തനപുരത്തു നിന്ന് പോയിട്ട് പിന്നെ ദ്വാരകയിൽ എത്തുന്നതാണ്. പിന്നെ അവസാനം 12ലാണ് വീണ്ടും പരീക്ഷിത് മഹാരാജാവിൻ്റെ ആ ജനനത്തെക്കുറിച്ച് വീണ്ടും പറയുന്നത്. അപ്പോൾ 7ാമത്തെ അധ്യായത്തിലായിട്ട് തുടങ്ങിയത് 12ാമത്തെ അധ്യായത്തിലാണ് വന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിലുള്ള ഒരുപാട് പ്രധാനപ്പെട്ട സംഭവങ്ങൾ നടന്നു, അതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സൂതഗോസ്വാമി ശൗനകാദി ഋഷികൾ ചോദിക്കാതെ തന്നെ ഈ കാര്യങ്ങളെല്ലാം പറയുകയാണ്. അപ്പോൾ ഈ അധ്യായത്തിൽ ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ 4 സെക്ഷനായിട്ടാണ് നമുക്ക് പറയാൻ പറ്റുക. 1ാമത്തെ 1 തൊട്ട് 7 വരെ നോക്കുകയാണെങ്കിൽ പാണ്ഡവർ ഭീഷ്മദേവൻ്റെ അടുത്തേക്ക് വരുന്നതാണ്. അവരുടെ കൂടെ ഒരുപാട് വേറെ ഋഷിമാരും അങ്ങനെ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. പിന്നെ 2ാമത്തെ ഇതിൽ 8 തൊട്ട് 31 വരെയുള്ള ശ്ലോകങ്ങളിൽ അവരുടെ ആ ഒരു വിവിധ തരത്തിലുള്ള സംഭാഷണങ്ങളാണ്. ഭീഷ്മദേവൻ എങ്ങനെയാണ് പാണ്ഡവരെ സ്വീകരിക്കുന്നത്, അവരോട് സംസാരിക്കുന്നത്, അതുപോലെ മറ്റുള്ള ആളുകളോട് സംസാരിക്കുന്നതൊക്കെ. അത് കഴിഞ്ഞ് 32 തൊട്ട് 42 വരെ നോക്കുകയാണെങ്കിൽ ഭീഷ്മദേവൻ്റെ പ്രാർത്ഥനയാണ്, ഭഗവാനോടുള്ള ആ ഒരു പ്രാർത്ഥന. പിന്നെ 43 തൊട്ട് 49 വരെയുള്ള ശ്ലോകങ്ങളിൽ ഭീഷ്മദേവൻ പോയതിന് ശേഷമുള്ള സംഭവങ്ങളാണ് പറയുന്നത്. അപ്പോൾ 1 തൊട്ട് 7 വരെയുള്ള ശ്ലോകങ്ങൾ നോക്കുകയാണെങ്കിൽ പാണ്ഡവർ ഭീഷ്മദേവനെ കാണാൻ വരികയാണ്. അപ്പോൾ ഭീഷ്മദേവനെ കാണാൻ വേണേൽ അവർക്ക് എന്തിനാണ് ആ വരുന്നതിൻ്റെ ഇതാണ് ഉദ്ദേശം. ഒന്നാമത് ഭീഷ്മദേവൻ മരിക്കാൻ കിടക്കുമ്പോൾ ഭീഷ്മദേവനെ കാണാൻ വരികയാണ് അവർ ആ ശൈശയിലേക്ക്. പിന്നെ 2ാമത്തേത് വരുന്നത് ആ മതതത്വശാസ്ത്രങ്ങളെ പറ്റിയെല്ലാം മനസ്സിലാക്കാനാണ് വരുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് 3ാമത്തെ കാരണം എന്ന് പറഞ്ഞാൽ അവർക്ക് ആ ഒരു ഒരുപാട് സങ്കടവും ഇതൊക്കെ ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ യുധിഷ്ഠിര മഹാരാജാവാണെങ്കിലും യുധിഷ്ഠിര മഹാരാജാവ് താൻ ഒരുപാട് പാപങ്ങൾ ചെയ്തു. കാരണം ഒരുപാട് ആളുകൾ യുദ്ധത്തിൽ മരിച്ചു. അപ്പോൾ അങ്ങനെ ഒരുപാട് വിഷമത്തിലാണ് അവർ. അപ്പോൾ ഇതെല്ലാം സാധ്യമായത് ആ യുധിഷ്ഠിര മഹാരാജാവിനെ ഭഗവാന്റെ ആ ഒരു നിർദ്ദേശത്തിൽ വരികയാണ്. അപ്പോൾ ഭഗവാന് ഭീഷ്മദേവൻ്റെ ആ ഒരു മഹത്വത്തെക്കുറിച്ച് പറയണം. അപ്പോൾ അതുകൊണ്ട് ഭീഷ്മദേവനോട് യുധിഷ്ഠിര മഹാരാജാവിന് ആ ഒരു നിർദ്ദേശങ്ങൾ കൊടുക്കുകയാണ്. ആ മതങ്ങളെ പറ്റിയും അതിൻ്റെ ഇതിനെ പറ്റിയും പിന്നെ അവരുടെ ആ ഒരു ദുഃഖത്തിൽ നിന്ന് അവരെ സമാധാനിപ്പിക്കാനും അങ്ങനെ അവർക്ക് വേണ്ട ആ ഒരു ഇത് കൊടുത്ത് അവരെ വീണ്ടും തിരിച്ചു കൊണ്ടുവരാനും ഒക്കെ. അപ്പോൾ യുധിഷ്ഠിര മഹാരാജാവ് ബാക്കിയുള്ളവരും വരുന്നത് വേണ്ട അവരിങ്ങനെ ഭയങ്കര ആഭരണങ്ങൾ കൊണ്ടൊക്കെ നല്ല സ്വർണ്ണാഭരണങ്ങൾ കൊണ്ടൊക്കെ അലങ്കാരമായിട്ട് നല്ല വിഭൂഷിതമായിട്ട് ആഭരണങ്ങളൊക്കെ അണിഞ്ഞാണ് വരുന്നത് യുധിഷ്ഠിര മഹാരാജാവ്. അപ്പോൾ അങ്ങനെ ആ ഒരു അത്രയും ഐശ്വര്യത്തിലാണ് വരുന്നത് ആ ഭീഷ്മദേവനെ ഒന്ന് സന്തോഷിപ്പിക്കാൻ വേണ്ടിയായിട്ട്. അപ്പോൾ
അങ്ങനെ അവർ വന്ന് അവർ ആ ഒരു ഭയങ്കര ആ ഒരു സ്നേഹത്തിലും അതുപോലെ തന്നെ അവർക്ക് ഭയങ്കര വിഷമമാണ്. കാരണം ഭീഷ്മദേവൻ മരിക്കാൻ പോവുകയാണ്. അപ്പോൾ അവരുടെ കൂടെ തന്നെ ഒരുപാട് ഋഷികളും പിന്നെ ഒരുപാട് വിശിഷ്ട വ്യക്തികളും വരുന്നുണ്ട്. അപ്പോൾ അവരെയൊക്കെ ഭീഷ്മദേവൻ എല്ലാവരെയും സ്വീകരിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും അവിടെ എത്തി. അപ്പം ഇനി അവരുടെ ആ ഒരു അവർ തമ്മിലുള്ള സംഭാഷണങ്ങൾ. അപ്പോൾ ഫസ്റ്റ് തന്നെ പറയുന്നത് ഭീഷ്മദേവൻ്റെ ആ ഒരു സ്ഥാനം എന്താണെന്നാണ്. ആ അഷ്ടവസുക്കളിലെ ഏറ്റവും മഹാനായ ഒരാളെന്നെയാണ്, ഏറ്റവും നല്ലൊരു ആളാണ് അപ്പോൾ ഭീഷ്മദേവൻ. അപ്പോൾ ഭീഷ്മദേവന് എല്ലാ മതങ്ങളെ പറ്റിയും അതിൻ്റെ ശാസ്ത്രങ്ങളെ പറ്റി എല്ലാതും അറിയാം. അതായത് സ്ഥലകാലങ്ങളിൽ എന്താണ് പ്രാധാന്യം എന്നൊക്കെ എല്ലാ തത്വങ്ങളും ഭീഷ്മദേവൻ അറിയാം. അപ്പോൾ ഭീഷ്മദേവൻ അങ്ങനെ ആ ഒരു ശൈലിയിൽ അങ്ങനെ ആ ഒരു സമയത്ത് കിടക്കുന്നതുകൊണ്ട് ഭീഷ്മദേവന് അദ്ദേഹത്തിനെ കാണാൻ വന്ന മഹത്തായ വ്യക്തികളെ ഒന്നും ശരിക്ക് ആദരിച്ച് സ്വീകരിക്കാനൊന്നും പറ്റിയില്ല. അപ്പം എങ്ങനെയാണ് അവിടെ ആ ഒരു സമയത്തും കാലത്തും ചെയ്യുന്നത് വെച്ചാൽ അദ്ദേഹം അവരെ ശരിക്കായി അവരോട് അദ്ദേഹത്തിൻ്റെ ആ ഒരു സംഭാഷണത്തിലൂടെ അദ്ദേഹം അവരെ വിളിച്ച് സ്വീകരിക്കണം. അപ്പോൾ 9-ാമത്തേലും പറയുന്നുണ്ട്, സന്നിഹിതരായ എല്ലാവരെയും സ്ഥലകാലങ്ങൾക്കനുസരിച്ചുള്ള ധർമാനുഷ്ഠാന മുറകളാൽ സ്വീകരിച്ച് സ്വാഗതം അളിയുന്നു. അപ്പോൾ സ്ഥലകാലങ്ങൾക്കനുസരിച്ചുള്ള ധർമ്മതത്വങ്ങൾ എപ്രകാരമാണ് നമ്മൾ സംയോജിപ്പിക്കേണ്ടതെന്ന് വിദഗ്ധനായ ആൾക്കാർക്ക് മാത്രമേ അറിയുള്ളൂ. മഹാപുരോഹിതന്മാർക്കോ അങ്ങനെയുള്ളവർക്കൊക്കെ മാത്രമാണ് അറിയുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു ഇത് ഭീഷ്മദേവന് അത്രയും നന്നായിട്ട് അറിയാവുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ 12 മഹത് പ്രമാണികളിൽ ഒരാളാണ് ഭീഷ്മദേവൻ. അപ്പം അതുകൊണ്ട് ആ മരണശയ്യയുടെ അടുത്ത് ഒത്തുകൂടിയ എല്ലാവരെയും ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്ന് ഒരുപാട് പേര് വന്നിട്ടുണ്ടായി. അപ്പോൾ അവരെല്ലാവരെയും സ്വീകരിച്ച് ആ ഒരു അവർക്ക് അനുയോജ്യമായ രീതിയിൽ സ്വാഗതം അയലാൻ ഭീഷ്മദേവന് കഴിഞ്ഞു. അപ്പോൾ ശാരീരികമായിട്ട് അദ്ദേഹത്തിന് കഴിവില്ലെങ്കിലും ശരിയായ രീതിയിൽ തന്നെ അദ്ദേഹം എല്ലാവർക്കും ഉചിതമായ വാക്കുകൾ കൊണ്ട് എല്ലാം കൊണ്ടും അദ്ദേഹം അവരെ സ്വാഗതം അരുളിയെന്നാണ് പറയുന്നത്. അപ്പോൾ ഭീഷ്മദേവന് ഈ മതധർമ്മശാസ്ത്രങ്ങൾ മാത്രമല്ല അറിയായിരുന്നേ, അദ്ദേഹത്തിന് ഭഗവാനാണ് എല്ലാം. ഭഗവാൻ കൃഷ്ണൻ പരമദിവ്യോത്തമ പുരുഷനാണെന്നും അദ്ദേഹത്തിന് അറിയായിരുന്നു. ഭഗവാൻ അവിടെ വൃഷ്ണികുലത്തിൻ്റെ ആ ഒരു പ്രതിനിധിയായിട്ടാണ് വന്നെങ്കിലും അദ്ദേഹത്തിന് അറിയായിരുന്നു ഈ ജഗത്തിൻ്റെ നാഥനാണ്, അതുപോലെ തന്നെ എല്ലാവരുടെയും ഹൃദയത്തിലുള്ള ആ പരമാത്മാവാണ് ഭഗവാൻ എന്ന് ഭീഷ്മദേവൻ അറിയായിരുന്നു. അപ്പോൾ ആ ഒരു ഭഗവാന്റെ ആ ഒരു മുന്നിൽ നിൽക്കുന്ന ശരീരം ഭഗവാന്റെ തന്നെ അതീന്ദ്രിയമായ ശരീരം തന്നെയാണ്, അല്ലാണ്ട് ഭഗവാന്റെ ഭൗതികമായ ഒരു ഇതല്ല എന്ന് ഭീഷ്മദേവനെ അറിയായിരുന്നു. അപ്പോൾ ഭീഷ്മദേവനെ പോലെ നമ്മൾ ഒരാൾ ഭഗവാനെ അങ്ങനെ അറിയാൻ തുടങ്ങിയാൽ നമ്മുടെ ജീവിതം തന്നെ മാറും എന്നാണ് പറയുന്നത്. അപ്പോൾ എല്ലാവരെയും കൂടെ ഇപ്പോൾ പാണ്ഡവരും വന്നു ഭീഷ്മദേവനെ കാണാൻ. അപ്പോൾ ഭീഷ്മദേവൻ അവരെ വളരെ എങ്ങനെയാണ് സ്വീകരിച്ചത്, വളരെ സ്നേഹത്തോടെയും വളരെ വാത്സല്യത്തോടും കൂടിയാണ് അദ്ദേഹം അങ്ങനെ അവർ വിജയിച്ചു വന്നു. അപ്പോൾ ആ ഒരു സന്തോഷത്തിൽ ആനന്ദ കണ്ണുനീര് പൊഴിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് പാണ്ഡവരോട് സംസാരിക്കണമെന്നുണ്ട്. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു വെച്ചാൽ പാണ്ഡവരെ സമാധാനിപ്പിച്ചു. കാരണം അദ്ദേഹത്തിന് അറിയാം പാണ്ഡവർ ഒരുപാട് ദുഃഖത്തിലാണ്. ഭീഷ്മദേവൻ വിചാരിക്കേണ്ട അവർ അനാവശ്യമായിട്ട് ഒരുപാട് അനുഭവിച്ചു, ഒരുപാട് വേദനകളും ദുഃഖങ്ങളൊക്കെ അനുഭവിച്ചു. അപ്പോൾ അവർക്ക് ഇത് ഒന്നും അവരുടെ ഒരു ഇതിൽ അവർക്ക് ഇതൊന്നും അനുഭവിക്കേണ്ട കാര്യമില്ലായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ അവരെന്ന് വെച്ചാൽ എല്ലാവരും നല്ല ആളുകളായിരുന്നു, നല്ല മതാനുശാസ്ത്രങ്ങളും ധർമ്മങ്ങളും ഒക്കെ അനുസരിച്ച് ജീവിക്കുന്നവരായിരുന്നു. അവരതുപോലെ ബ്രാഹ്മണന്മാരുടെ ഇതുകളൊക്കെ പാലിച്ചിരുന്നു, അവർ പറയുന്നതൊക്കെ അനുസരിച്ചിരുന്നു, ഭഗവാനെ പ്രാർത്ഥിച്ചിരുന്നു, അതുപോലെ ധർമ്മങ്ങൾ ഇതൊക്കെ പാലിച്ചിരുന്നു. അതുപോലെ തന്നെ അവർ നല്ലൊരു ധർമ്മം പാലിക്കുന്ന ഒരാളുടെ മക്കളുമായിരുന്നു. അപ്പോൾ എന്നിട്ടും അവർക്ക് ഇതുപോലെ അനാവശ്യമായിട്ട് അവർക്ക് അവർ ഡിസേർവ് ചെയ്യാത്ത രീതിയിലുള്ള ആ ഒരു ദുഃഖങ്ങൾ ഇതൊക്കെ അനുഭവിക്കേണ്ടി വന്നു. അപ്പം അതാണ് നമ്മുടെ ആ ഒരു കാലത്തിൻ്റെ ആ ഒരു സ്വാധീനം അല്ലെങ്കിൽ ആ ഒരു ശക്തി എന്ന് പറയുന്നത്. എല്ലാവരും നല്ലതാന്നിട്ട് പോലും അവർക്ക് ഒരുപാട് കാര്യങ്ങൾ അനുഭവിക്കേണ്ടി വന്നു. അപ്പം അതാണ് ആ കാലത്തിൻ്റെ ശക്തി എന്താണെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്കൊരിക്കലും അതിൽ നിന്ന് രക്ഷപ്പെടാനോ അതിന് ഇതാക്കാനോ ഒന്നും പറ്റില്ല. നമ്മൾ എല്ലാവരും
ഗ്രഹങ്ങളിലായാലും എന്തിലായാലും പറയുന്നുണ്ട്, നമ്മുടെ കാറ്റ് മേഘങ്ങളെ കൊണ്ടുപോണ പോലെയാണ്. നമുക്കൊരിക്കലും അതിനെ തടയാൻ പറ്റില്ല. അത്രയും ശക്തി ആ ഒരു കാലത്തിൻ്റെ ആ ഒരു കാലത്തിനുണ്ട്. അപ്പോൾ എന്തായാലും നമ്മളെല്ലാവരും അത് അനുഭവിക്കേണ്ടി വരും എന്നാണ് പറയുന്നത്. അപ്പോൾ പിന്നെ അതുപോലെ തന്നെ ഭഗവാന്റെ ആ ഒരു ഇത് ഭഗവാൻ വിചാരിച്ച പോലെയാണ് എല്ലാ കാര്യങ്ങളും നടക്കുന്നത്. അപ്പം ഇതൊക്കെ മനസ്സിലാക്കുക എന്നുള്ളത് വലിയൊരു അറിവുള്ള ആൾക്ക് പോലും മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമല്ല. അപ്പോൾ അദ്ദേഹം പാണ്ഡവരോട് പറയുന്നുണ്ട്, നീ ഇതൊക്കെ മനസ്സിലാക്കി, ഇതൊക്കെ നീ ആക്സെപ്റ്റ് ചെയ്ത് ഇതിൻ്റെ പരിണിത ഫലങ്ങളെല്ലാം എന്തൊക്കെ ഉണ്ടായോ അതൊക്കെ ഭഗവാന്റെ തന്നെ ഒരു നിശ്ചയമാണ്, ഭഗവാന്റെ തന്നെ പദ്ധതിയാണ്. അപ്പം അതെല്ലാം നിനക്ക് ഇഷ്ടമായില്ലെങ്കിൽ പോലും നീ എല്ലാം അത് സ്വീകരിക്കുക. എന്നിട്ട് നീ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ അത് കഴിഞ്ഞിട്ട് എങ്ങനെ നീ ഈ രാജ്യത്തെ രാജ്യത്തെ ഭരിച്ച് മുന്നോട്ട് കൊണ്ടുപോയി ആളുകളെയൊക്കെ സംരക്ഷിക്കാൻ നോക്കുക എന്നാണ് വേണ്ടത്. പിന്നെ 18ാമത്തെ ശ്ലോകം തൊട്ട് അങ്ങോട്ട് 21, 23 പാണ്ഡവരോട് ഭഗവാന്റെ ആ ഒരു മഹത്വങ്ങളെ കുറിച്ചെല്ലാം പറയാണ്. അപ്പോൾ ഭഗവാന്റെ പദ്ധതികൾ എങ്ങനെയാണോ അതുപോലെ ചെയ്യാൻ പറഞ്ഞപ്പോൾ അപ്പോൾ ഭഗവാൻ തന്നെ അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ മഹാരാജാവ് യുധിഷ്ഠിരനോട് പറയുന്നുണ്ട്, യുധിഷ്ഠിര നീ വിചാരിക്കും ഭഗവാൻ നിന്റെ ആ ഒരു ബന്ധുവാണ് എന്ന് നീ ഭൗതികമായി വിചാരിക്കും, പക്ഷേ ഇത് ഭഗവാനാണ് എന്ന് നീ മനസ്സിലാക്കുന്നില്ല. അപ്പോൾ ആ ഭഗവാന്റെ ആ ഒരു ഇതെന്താണ്, ഭഗവാന്റെ ഇതെന്താണെന്നും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഭഗവാൻ ആ പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാനാണ് ഇത്. എല്ലാവരുടെയും ഹൃദയത്തിലും എല്ലാവരുടെയും സുഹൃത്തുമായ ആ ഭഗവാൻ തന്നെയാണ്. ഭഗവാൻ എല്ലാവരോടും കാരുണ്യമുണ്ട്. അപ്പോൾ ആ കൊല്ലപ്പെട്ട ആളുകളോടായാലും പാണ്ഡവരോടായാലും എല്ലാവരുടെ അടുത്തും കാരുണ്യമുണ്ട്. അപ്പോൾ അവരെല്ലാവരും മരിച്ചെങ്കിൽ പോലും അവരെല്ലാവരും ഭഗവാന്റെ ആ ഒരു പദ്ധതി അനുസരിച്ചാണ് മരിച്ചിരിക്കുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ എങ്ങനെ ആ ഒരു ഭഗവാന്റെ കരുണ നേടാം എങ്ങനെയാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ വളരെ നല്ലൊരു ഭക്തനായിട്ട് ആ ഒരു നാമം ജപിക്കാനാണ് ഭീഷ്മദേവൻ പോലും പറയുന്നത്. അപ്പം അതിൽ പോലും ഭീഷ്മദേവൻ പോലും ആ നാമസങ്കീർത്തനത്തിൻ്റെ അല്ലെങ്കിൽ നാമം ജപിക്കുന്നതിൻ്റെ ആ ഒരു ഇമ്പോർട്ടൻസിനെ പറ്റി അപ്പോഴും പറയുന്നുണ്ട്. അപ്പം എങ്ങനെയാണ് അത് കഴിഞ്ഞിട്ട് ഭഗവാൻ ആ ഒരു ഭക്തന്റെ മനസ്സിലേക്ക് വരിക എന്നാണ്. അപ്പോൾ ആ ഒരു ഭക്തനെ ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ, ഭഗവാന്റെ നാമം ജപിച്ച് ഭഗവാന് വേണ്ടിയുള്ള ആ ഒരു ഭക്തിയുത സേവനങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഫലേച്ഛയുള്ള ആ ഒരു കർമ്മബന്ധങ്ങളിൽ നിന്നും എല്ലാ ഭൗതികമായ ബന്ധനങ്ങളിൽ നിന്നും എല്ലാം അവ മോചിതനാകുന്നതാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഭഗവാന് വേണ്ടി കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഈ ഒരു ദുഃഖത്തിൽ നിന്നും വിലാപത്തിൽ നിന്നും എല്ലാം നമ്മൾ രക്ഷപ്പെടുമെന്നാണ് ഭീഷ്മദേവൻ പറയുന്നത്. അപ്പോൾ ഭഗവാനെ അപ്പം നമ്മൾ എല്ലാവരും തെറ്റിദ്ധരിക്കും. അതാണ് യുധിഷ്ഠിരനോടും പറയുന്നത്, നീ ഇപ്പോൾ വിചാരിക്കുന്നത് ഇത് നിന്റെ ബന്ധുവാണെന്നാണ്, അല്ലെങ്കിൽ നിന്റെ ഒരു അഭ്യുദയകാംക്ഷി കൂട്ടുകാരനൊക്കെ ആണെന്നാണ്, പക്ഷെ അങ്ങനെയല്ല, ഇത് ഭഗവാനാണ് എന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ 24 തൊട്ടുള്ള ശ്ലോകങ്ങളിൽ ഭീഷ്മദേവൻ ഭഗവാന് വേണ്ടിയുള്ള ആ ഒരു പ്രാർത്ഥനയാണ് സമർപ്പിക്കുന്നത്. ഭഗവാനോട് ആ അവസാന നിമിഷങ്ങളിൽ ഭീഷ്മദേവനെ അറിയാം എനിക്ക് പോവാനുള്ള സമയമായി തുടങ്ങി. അപ്പോൾ ഭഗവാന് വേണ്ടി ആ ഒരു പ്രാർത്ഥനകൾ സമർപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ യുധിഷ്ഠിര മഹാരാജാവിന് എങ്ങനെയാണ് ഈ രാജ്യം ഭരിക്കേണ്ടത് നീ എന്ന് പിന്നെ 26 തൊട്ട് 28 വരെയുള്ള ശ്ലോകത്തിൽ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ടപ്പോഴേക്കിനും ആ സൂര്യൻ ഇങ്ങനെ പോകുന്നത് കാണുമ്പോൾ ഭീഷ്മദേവന് മനസ്സിലാവും പോകാനുള്ള സമയമായി എന്ന്. അപ്പോൾ പെട്ടെന്ന് ഭീഷ്മദേവൻ സംസാരം നിർത്തി, യുധിഷ്ഠിര മഹാരാജാവിനോട് സംസാരിക്കുകയാണെങ്കിലും പെട്ടെന്ന് സംസാരം നിർത്തി. അത് കഴിഞ്ഞിട്ട് എല്ലാത്തിൽ നിന്നും ആ ഒരു വിരക്തി വന്ന എല്ലാത്തിൽ നിന്നും ഇതായി ആ ഭൗതിക ബന്ധനങ്ങളിൽ നിന്നൊക്കെ മോചിതനായി നിൽക്കുകയാണ് ഭീഷ്മദേവൻ. അപ്പോൾ എല്ലാത്തിൽ നിന്നും മനസ്സിനെ ഇതൊക്കെ ഇതാക്കി അദ്ദേഹം മനസ്സിനെ ആ ഒരു ഭഗവാന്റെ ആ ഒരു ഭഗവാൻ അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഭഗവാന്റെ ആ ഒരു രൂപത്തിൽ ഭഗവാനെ നോക്കി ഭഗവാന്റെ ആ രൂപം നോക്കി നിൽക്കുകയാണ്. അപ്പോൾ ആ ഭൗതികമായിട്ടുള്ള മാലിന്യങ്ങളിൽ നിന്നെല്ലാം ഭീഷ്മദേവൻ സ്വതന്ത്രമായി അങ്ങനെ ആ ഒരു ഭഗവാന്റെ രൂപത്തിൽ ആകൃഷ്ടനായി നിൽക്കുകയാണ്. അപ്പം അത് കഴിഞ്ഞിട്ട് ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണ്. അതായത്
എൻ്റെ ചിന്തകളും ഞാൻ എൻ്റെ ചിന്തകളും ഞാൻ വിചാരിക്കുന്ന എല്ലാം, അതായത് ഞാൻ സ്വയം ആ ഭഗവാന്റെ കാര്യങ്ങളിൽ മാത്രം എനിക്ക് ആസക്തി ഉണ്ടായി, ഭഗവാനെ മാത്രം ആലോചിച്ച് എപ്പോഴും നിൽക്കാൻ പറ്റണേ, ഭഗവാനോട് മാത്രം എനിക്ക് ആ ഒരു അട്രാക്ഷൻ തോന്നി, അങ്ങനെ ആ ഒരു ഇതിലേക്ക് എനിക്ക് എത്താൻ പറ്റണേ എന്നാണ് ഭീഷ്മദേവൻ പറയുന്നത് 33 തൊട്ടുള്ള ശ്ലോകങ്ങളിൽ. അത് കഴിഞ്ഞിട്ട് അങ്ങനെ പിന്നെ ഈ ബന്ധനങ്ങളിൽ നിന്നൊക്കെ മോചിപ്പിക്കണം, പിന്നെ ഭഗവാനാണ് അവസാനത്തെ ആ ഒരു ആത്യന്തികമായ ലക്ഷ്യം എന്നും പറയുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഭഗവാന്റെ രൂപത്തിനെ പറ്റി ഇതൊക്കെ വിവരിക്കുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ആ ഭഗവാന്റെ ആ ഒരു ഭൗതിക ലോകത്തിൽ വേണേ പറ്റിയും ഭഗവാന്റെ ആ ഒരു രൂപം, ഭഗവാൻ ഭക്തരെ കാണാൻ വേണ്ടിയാണ് വരുന്നത്, ആ ഭക്തരുമായിട്ട് അതീന്ദ്രിയമായ ഒരു ആനന്ദത്തിനും ലീലകൾ ചെയ്യാനാണ് വരുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതുപോലെ ആ ഒരു അർജുനന് യുദ്ധത്തിൽ ഭഗവാൻ ആ ഒരു തേരാളി ആയിട്ട് പോയി. അപ്പോൾ അർജുനന് വേണ്ടി ഭഗവാൻ ആയുധമൊക്കെ എടുത്തു. അപ്പൊ ആ ഒരു ഭഗവാന്റെ ആ ഒരു എങ്ങനെയാണ് ഭഗവാൻ അർജുനനെ ആ ഒരു കെയർ ചെയ്ത് എപ്പോഴും സംരക്ഷിച്ചുകൊണ്ട് നടക്കുന്നത് എന്നും ഭീഷ്മദേവൻ ഓർക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഭഗവാന്റെ ആ ഒരു സൗന്ദര്യം ആസ്വദിച്ച് നിൽക്കുകയാണ്. 33ാമത്തെ ശ്ലോകത്തിൽ അത് പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഭീഷ്മദേവൻ അതുപോലെ തന്നെ ഭഗവാനെതിരെ യുദ്ധം ചെയ്തതും ഭഗവാനെതിരെ ഇതാക്കിയതും ഒക്കെ ഓർക്കുന്നുണ്ട്. പിന്നെ പറയുന്നുണ്ട് എല്ലാവരും മരിച്ചെങ്കിലും ഭഗവാന് വേണ്ടിയാണ്, ഭഗവാന്റെ മുന്നിലാണ് എല്ലാവരും മരിച്ചത്. അപ്പോൾ അതുകൊണ്ട് അവർക്കൊന്നും കുഴപ്പമില്ല. പിന്നെ അതുപോലെ വൃന്ദാവന ലീലകൾ, അതുപോലെ തന്നെ രാജസൂയ യജ്ഞ, ഭഗവാൻ എല്ലാവരുടെ ഹൃദയത്തിലും ഉണ്ട്. അപ്പം അങ്ങനെ ഭഗവാനെ കുറിച്ച് ഇങ്ങനെ ഭീഷ്മദേവൻ ആലോചിച്ചു കൊണ്ടേയിരിക്കുകയാണ്. പിന്നെ 43 തൊട്ട് അങ്ങനെ 49 വരെ ശ്ലോകത്തിൽ പിന്നെ ഭീഷ്മദേവൻ പോയി. അതിനുശേഷം അദ്ദേഹം ഭഗവാനിലേക്ക് ലയിച്ചാണ്. അപ്പോൾ ഭഗവാനിലേക്ക് അദ്ദേഹം മരണത്തിന് മുന്നേ അദ്ദേഹത്തിൻ്റെ മനസ്സും ഇതൊക്കെ ഭഗവാനിലേക്ക് ഫുള്ളായിട്ട് അങ്ങോട്ട് അബ്സോർബായി, അങ്ങനെ ആ ഒരു ഇതായിട്ടാണ് അദ്ദേഹം, ആ ഒരു സ്റ്റേറ്റിലാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു ശരീരം വെടിയുന്നത്. അപ്പോൾ അങ്ങനെ അദ്ദേഹം പിന്നെ അത് കഴിയുമ്പോൾ ഒന്നും മിണ്ടാണ്ടാവും. അത് കഴിഞ്ഞിട്ട് പിന്നെ ശ്വാസം നിലയ്ക്കുന്നു. അങ്ങനെ ആ ഒരു അതീന്ദ്രിയമായ ആ ഒരു പെർഫെക്ഷനിലേക്ക് എത്താണ് ഭീഷ്മദേവൻ. അപ്പോൾ ദേവതമാരും എല്ലാവരും പുഷ്പവൃഷ്ടി നടത്തുന്നുണ്ട്. അപ്പോൾ അവിടെ വന്നിരുന്ന ഋഷിമാരും ബാക്കിയുള്ള മഹത് വ്യക്തികളും എല്ലാം ഭീഷ്മദേവന് വണങ്ങുന്നുണ്ട്. അപ്പം അങ്ങനെ അതിനുശേഷം ഭീഷ്മദേവന്റെ ഇതുകളൊക്കെ കഴിഞ്ഞ് മഹാരാജാവ് യുധിഷ്ഠിരൻ പാണ്ഡവരുമൊത്ത് തിരിച്ച് ഹസ്തിനപുരത്തേക്ക് പോവാണ്. അപ്പോൾ യുധിഷ്ഠിര മഹാരാജാവിനിപ്പോൾ ഭീഷ്മദേവൻ്റെ ഇതൊക്കെ കിട്ടി, എങ്ങനെ രാജ്യം ഭരിക്കണം, എന്തൊക്കെ ചെയ്യണം, പ്രജകളെ എങ്ങനെ നോക്കണം എന്നൊക്കെ. അപ്പം അദ്ദേഹം അങ്ങനെ ആ ഒരു ഭീഷ്മദേവനിൽ നിന്ന് ലഭിച്ച ആ ഒരു ധർമ്മശാസ്ത്രങ്ങളും മതതത്വങ്ങളൊക്കെ അനുസരിച്ച് പിന്നെ രാജ്യം ഭരിക്കുകയാണ്. അപ്പോൾ ഭീഷ്മദേവൻ്റെ ഇതും പിന്നെ അതുപോലെ ധൃതരാഷ്ട്രമുണ്ട്, അതുപോലെ തന്നെ ഭഗവാനുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ അടിയിൽ അദ്ദേഹം അങ്ങനെ ആ ഒരു രാജ്യം ഭരിക്കണം. അപ്പോൾ ഇന്ന് നമ്മൾ 1ാമത്തെ ശ്ലോകം നമുക്ക് നോക്കാം. സൂത ഉവാച ഇതി ബീദ പ്രജാദ്രോഹാൽ സർവധർമ്മ വിവത്സയ തദോ വിനശനം പ്രഖാദ് യത്ര ദേവത്രദോപദത്. ശ്ലോകം ഏറ്റുചൊല്ലാം. സൂത ഉവാച ഇതി ബീദ പ്രജാദ്രോഹാൽ സർവധർമ്മ വിവിത്സയാ തദോ വിനശനം പ്രാഘാത് യത്ര ദേവപ്രദോപദത്. ഇതി ബീദ പ്രജാദ്രോഹാൽ സർവധർമ്മ വിവിത്സയാ തദോ വിനശനം പ്രാഘാത് യത്ര ദേവവ്രതോപദത്. വാക്കർത്ഥം. സൂത ഉവാച, ശ്രീ സൂത ഗോസ്വാമി പറഞ്ഞു. ഇതി ഇപ്രകാരം.
ഭീത ഭീതി പൂണ്ട്. പ്രജാദ്രോഹ ജീവാത്മാക്കളെ വധിക്കയാൽ. സർവ എല്ലാം. ധർമ്മ ധർമ്മകർമ്മങ്ങൾ. വിവിത്സയ മനസ്സിലാക്കാനായി. തഥാ പിന്നെ. വിനശനം യുദ്ധക്കളം. പ്രാഗാത് അദ്ദേഹം പോയി. യത്ര എവിടെയാണോ. ദേവവ്രത ഭീഷ്മദേവൻ. അപദത് മരണാസന്നനായി ശയിക്കുന്നത്. വിവർത്തൻ ഭവാത്തം ശില പ്രഭാത് കി ജയ്. സൂത ഗോസ്വാമി പറഞ്ഞു, അനേകം പേരുടെ ജീവനപഹരിച്ച കുരുക്ഷേത്ര യുദ്ധഭൂമിയിലേക്ക് ശങ്കാന്യുതനായ യുധിഷ്ഠിര മഹാരാജാവ് ചെന്നു. അവിടെ ഭീഷ്മദേവൻ മരണാസന്നനായി ശരശയ്യയിൽ കിടക്കുന്നുണ്ടായിരുന്നു. വിവർത്തനം വെച്ചിട്ടല്ല. സൂത ഗോസ്വാമി പറഞ്ഞു, അനേകം പേരുടെ ജീവനപഹരിച്ച കുരുക്ഷേത്ര യുദ്ധഭൂമിയിലേക്ക് ശങ്കാന്വിതനായ യുധിഷ്ഠിര മഹാരാജാവ് ചെന്നു. അവിടെ ഭീഷ്മദേവൻ മരണാസന്നനായി ശരശയ്യയിൽ കിടക്കുന്നുണ്ടായിരുന്നു. ഭാവാർത്ഥം ആരെങ്കിലും വായിക്കുന്നുണ്ടോ? ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. സ്വാമി ശ്രീല പ്രഭുപാദ്. ഈ 9ാം അധ്യായത്തിൽ ശ്രീകൃഷ്ണ ഭഗവാൻ ഇച്ഛിച്ചതുപോലെ കർമ്മസംബന്ധ കർത്തവ്യങ്ങളെ കുറിച്ചുള്ള നിർദ്ദേശങ്ങൾ ഭീഷ്മദേവൻ യുധിഷ്ഠിര രാജാവിന് പകർന്നു നൽകി. നശ്വരമായ ഈ ഭൗതിക ലോകത്തിൽ നിന്നും വിട പറയാനുള്ള അന്ത്യവേളയിൽ ഭീഷ്മദേവൻ ഭഗവാന് തന്റെ അന്തിമ പ്രമാണങ്ങൾ അർപ്പിക്കുകയും അപ്രകാരം ഭൗതിക വ്യാപാരങ്ങളുടെ ബന്ധനത്തിൽ നിന്നും സ്വതന്ത്രനാവുകയും ചെയ്തു. ഭീഷ്മദേവൻ സ്വേച്ഛയാൽ ദേഹവിയോഗത്തിനുള്ള അനുഗ്രഹ ശക്തി നേടിയിരുന്നു. എങ്കിലും ശരശയ്യയിൽ ശയിക്കാനാണ് അദ്ദേഹം ഇഷ്ടപ്പെട്ടത്. മഹായോദ്ധാവായ അദ്ദേഹം ഇത്തരത്തിൽ സമകാലികരായ സർവവിശിഷ്ട ജനങ്ങളുടെയും ശ്രദ്ധ ആകർഷിക്കുകയും അവരെല്ലാവരും ആ മഹാത്മാവിനോടുള്ള അവരുടെ സ്നേഹവും ആദരവും പ്രകടിപ്പിക്കാൻ അവിടെ സന്നിഹിതരാകുകയും ചെയ്തു. അപ്പൊ പ്രണാമമില്ലേ? ഹരേ കൃഷ്ണ. പ്രണാമമില്ലേ? പ്രണാമം ഭഗവാന് തന്റെ അല്ലേ? ഇതില് പ്രമാണം അതുപോലെയാണെങ്കിൽ വായിക്കും. ഇതിലും പ്രമാണം തന്നെ. ഹരേ കൃഷ്ണ. അപ്പോ ഇവിടെ ഇപ്പോൾ രാജാവെന്ന് പറഞ്ഞാൽ അറിയാം നമുക്ക്, രാജാവിന് അത്രത്തോളം ഉത്തരവാദിത്തങ്ങളുണ്ട്. അപ്പോൾ ഒരു രാജാവെന്ന് വെച്ചാൽ സാധാരണ നമുക്കറിയാം പ്രജകളെ ആ ഒരു സംരക്ഷിക്കുന്ന ആളാണ്. അപ്പോൾ ഇവിടെ യുധിഷ്ഠിര മഹാരാജാവ് വളരെ ഭയപ്പെട്ടു. കാരണം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം ഇത്രയധികം ആളുകളെ കൊന്നു എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ പ്രജ എന്നാൽ മനുഷ്യൻ എന്നല്ല വേണം. അപ്പോൾ പ്രജ എന്നാൽ എന്നാൽ പ്രകൃഷ്ട രൂപേണ എന്നാണ്, എന്നാൽ ജായതയാണ്. അപ്പോൾ എല്ലാ ജീവജാലങ്ങളും ജനിക്കുന്നത് പോലെ. അപ്പോൾ നമ്മുടെ ഒരു ഇതിലെന്ന് വെച്ചാൽ നമ്മൾ മനുഷ്യന്മാരെങ്ങനെയാണ് എന്ന് വിചാരിച്ചാൽ നമ്മളിപ്പോൾ എവിടെ ജനിക്കുന്നോ അത് വെച്ചിട്ടാണ് പറയുക. അപ്പം ഇന്ത്യയിൽ ജനിച്ച ഇന്ത്യക്കാരൻ വേറെ രാജ്യത്ത് വെച്ച് അങ്ങനെ. അപ്പം അങ്ങനെയാണ്. അപ്പോൾ പക്ഷെ ഇവിടെ പറയേണ്ട ജയത എന്നാൽ ജനിച്ച ഏതൊരാളും. അപ്പോൾ എന്ത് ജനിച്ചാലും അതിപ്പോൾ മനുഷ്യൻ എന്നല്ല പറയുന്നത്, പ്രജ എന്നാൽ ജനിക്കുന്നവൻ. അപ്പം ആരാണോ, മൃഗങ്ങളാണെങ്കിലും ജനിക്കുന്നുണ്ട്, അപ്പം മരങ്ങളുണ്ട്, അപ്പം അങ്ങനെ ഒരുപാട് ജീവജാലങ്ങളുണ്ട്. അപ്പോൾ എല്ലാവരും ജനിക്കുന്നു. അപ്പോൾ അവരെല്ലാവരും പ്രജകളാണെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മളാണ്, അപ്പോൾ നമ്മൾ ഈ മനുഷ്യർ മാത്രമാണ് പ്രജകൾ, അല്ലെങ്കിൽ മനുഷ്യർ മനുഷ്യ സമൂഹം മാത്രമാണ് എല്ലാം എന്ന് നമ്മൾ വിചാരിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ മനുഷ്യനോ മൃഗമോ സസ്യമോ എന്തായാലും അതും പ്രജ എന്നുള്ളൊരു ഇതിൽ പെടുന്നതാണ് പറയുന്നത്. പ്രകൃഷ്ട രൂപേണ ജായത എന്നാണ് പറയുന്നത്. അപ്പോൾ ജനിച്ച ഏതൊരു ജീവിക്കും മരണവും ഉണ്ട്. അപ്പോൾ
യുധിഷ്ഠിര മഹാരാജാവ് അപ്പോൾ ആ ഒരു കുരുക്ഷേത്ര യുദ്ധത്തിൽ കൊല്ലപ്പെട്ട ആ ഒരു മനുഷ്യരെ കുറിച്ച് മാത്രമല്ല ചിന്തിക്കുന്നത്. അപ്പോൾ യുധിഷ്ഠിര മഹാരാജാവിൻ്റെ ചിന്ത എങ്ങനെയാണെന്ന് വെച്ചാൽ യുദ്ധത്തിൽ ഒരുപാട് കുതിരകൾ, ആനകൾ, അപ്പം അങ്ങനെ ഒരുപാട് അങ്ങനെയുള്ള മൃഗങ്ങളും കൊല്ലപ്പെട്ടു. അപ്പോൾ അവരെക്കുറിച്ചും യുധിഷ്ഠിര മഹാരാജാവ് ആലോചിക്കുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ അവരും ജീവജാലങ്ങൾ തന്നെയാണ്, അപ്പോൾ അവരും പ്രജകൾ തന്നെയാണ് അങ്ങനെ നോക്കുമ്പോൾ. അപ്പോൾ ആ ഒരു നമ്മൾ മാത്രമാണ് ഈ ഒരു മനുഷ്യൻ എന്നുള്ള രീതിക്ക് പ്രജ എന്നുള്ളൊരു വാക്കിനെ ഒതുക്കിയേക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും നാട്ടിൽ ജനിക്കുന്ന എന്ത് ജീവജാലമായാലും അതൊരു ജീവജാലമാണ്, അപ്പം അതൊരു ജീവനാണ്. അപ്പം അതാണ് ആ ഒരു യഥാർത്ഥ കൃഷ്ണാബോധം എന്ന് പറയുന്നത്. കാരണം എന്തായാലും എല്ലാ ജീവജാലങ്ങളും മനുഷ്യരെ പോലെ തന്നെയാണ്. അപ്പോൾ ഇതിപ്പിത എന്നാണ് പറയുന്നത്. കാരണം അദ്ദേഹം വളരെ ഭയപ്പെട്ടു. കാരണം അദ്ദേഹം മനുഷ്യരെ കൊന്നു, അതുപോലെ ഒരുപാട് മൃഗങ്ങളെയും കൊന്നു. അപ്പോൾ അതാണ് ദ്രാഹ. അപ്പോൾ അപ്പോൾ ആ ഒരു പ്രജകൾ കൊല്ലപ്പെടാനായിട്ട് രാജാവായിരുന്ന അദ്ദേഹം, പ്രജകളെ സംരക്ഷിക്കേണ്ട ആ ഒരു ഉത്തരവാദിത്തമുള്ള അദ്ദേഹം ആ ഒരു പ്രജകളെ കൊല്ലാനുള്ള ആ ഒരു ഇതിന് ഉത്തരവാദിത്തം വഹിക്കേണ്ടതിന് പകരം അവരെയൊക്കെ കൊന്നു. അപ്പം അങ്ങനെ ഒരു വിഷമത്തിൽ നിൽക്കുകയാണ്. അപ്പോൾ അതാണ് അവൻ്റെ പ്രജദ്രോഹം. അപ്പോൾ പ്രജകൾക്ക് എതിരെ അദ്ദേഹം എന്ത് ചെയ്ത, അപ്പോൾ സാധാരണ ഇപ്പോൾ രാജാവ് പ്രജകൾക്കെതിരെ എന്ത് ചെയ്താലും വലിയ തെറ്റാണെന്നാണ് പറയുക. അപ്പോൾ അതുകൊണ്ട് യുധിഷ്ഠിര മഹാരാജാവ് ഇവിടെ വളരെയധികം ഭയപ്പെട്ടു. അപ്പോൾ അതാണ് ഭീതപ്രജാദോഹം. അപ്പോൾ ഇനി എന്ത് ചെയ്യണം, അപ്പോൾ അതാണ് സർവധർമ്മ വിവത്സരം. അപ്പോൾ അങ്ങനെ ആ ഒരു ആശയക്കുഴപ്പത്തിലായി. അപ്പം അങ്ങനെ ആ ഒരു ആശയക്കുഴപ്പത്തിലാവുമ്പോഴാണ് നമ്മൾ സാധാരണ ഒരു ഗുരുവിനെ സമീപിക്കേണ്ട ഒരു അവസ്ഥ. അപ്പോൾ നമ്മൾ ഇപ്പോൾ കുരുക്ഷേത്ര യുദ്ധത്തിൽ നോക്കുകയാണെങ്കിലും അർജുനൻ ആദ്യം നമുക്ക് കാണാം, ആദ്യത്തെ അധ്യായത്തിൽ അർജുനന് ഭയങ്കര ആ ഒരു കൺഫ്യൂഷനും എന്താ ചെയ്യേണ്ടതെന്ന് അറിയാണ്ട് ആകെ ഒരു ഇതായിരുന്നു. അപ്പോൾ അതിനുശേഷം അർജുനൻ പിന്നെ ഭഗവാനെ ഗുരുവായി സ്വീകരിച്ചു. അപ്പോൾ അങ്ങനെ ആ ഒരു യുദ്ധം ചെയ്യണോ വേണ്ടേ, എന്ത് ചെയ്യേണ്ടതെന്ന് അവസാനം അങ്ങനെ ആ ഒരു ഇതിലേക്ക് യുധിഷ്ഠിര മഹാരാജാവ് ഇപ്പം ആശയക്കുഴപ്പത്തിലായിരിക്കണം. അപ്പോൾ ഇത്രയധികം പ്രജകളെ കൊന്നു. അപ്പോൾ അങ്ങനെ ആ ഒരു ഇപ്പം എൻ്റെ സ്ഥാനം എന്താണ്, ഞാനിപ്പോൾ വളരെ പാപിയായില്ലേ, എനിക്ക് എങ്ങനെയാണ് ഇനി രാജ്യം ഭരിക്കാൻ കഴിയുക, കാരണം ഇവരെയൊക്കെ സംരക്ഷിക്കേണ്ട ഞാൻ തന്നെ ഇവരെയൊക്കെ കൊല്ലാനുള്ള കാരണമായി. അപ്പോൾ അങ്ങനെ ആ ഒരു ചോദ്യങ്ങളെല്ലാം യുധിഷ്ഠിര മഹാരാജാവിൻ്റെ ആ ഒരു മനസ്സിൽ കിടന്നിങ്ങനെ വരികയാണ്. അപ്പോൾ അദ്ദേഹം അങ്ങനെ ആ ഒരു മരണത്തിന് മുന്നേ ആ ഒരു ശൈശയിൽ കിടക്കുന്ന ഭീഷ്മദേവന്റെ അടുത്തേക്ക് പോകാനായിട്ട് തീരുമാനിക്കണം. അപ്പോൾ ഭീഷ്മദേവന് നമുക്കറിയാം, അദ്ദേഹത്തിന് ആഗ്രഹിക്കുന്ന ആ ഒരു സമയത്ത് തൻ്റെ ശരീരം വിടാൻ കഴിയും എന്നുള്ള അനുഗ്രഹം ഉണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പിതാവ് അദ്ദേഹത്തിന് ആ അനുഗ്രഹം കൊടുത്തിട്ടുണ്ട്. അപ്പം മുൻപുള്ള ആളുകൾക്ക് അങ്ങനെ അനുഗ്രഹം കൊടുക്കാനുള്ള ആ ഒരു കഴിവൊക്കെ ഉണ്ടാകുന്നു. അപ്പോൾ നമുക്ക് പരീക്ഷിത് മഹാരാജാവിൻ്റെ കഥയിൽ അറിയാം, ആ ഒരു ബ്രാഹ്മണ ബാലൻ്റെ ആ ഒരു ശാപത്തിലാണ്, ആ ഒരു 12 വയസ്സുള്ള ആ ഒരു ബാലൻ്റെ ശാപത്തിലാണ് ആ ഒരു 7 ദിവസത്തിൽ അദ്ദേഹത്തിന് മരിക്കേണ്ടി വന്നത്. അപ്പോൾ ആ ഒരു കാലത്ത് അങ്ങനെയാണ്, ചെറിയൊരാളായാലും അത്രയും വലിയൊരു പ്രാപ്തിയും ശക്തിയൊക്കെ അദ്ദേഹത്തിന് ഉണ്ടാകുന്നു. അപ്പം അങ്ങനെ ഭീഷ്മദേവനും അപ്പം അങ്ങനെ ഒരു അനുഗ്രഹം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഗുരുഷ്ടത്തിൽ വേണ്ട യസ്യ പ്രസാദ് ഭഗവത് പ്രസാദ്. അപ്പോൾ ആ ഒരു ഗുരുവിൻ്റെ അനുഗ്രഹം ഇല്ലാതെ നമുക്ക് ആ ഒരു ഭഗവാന്റെ അടുത്തേക്ക് എത്താൻ സാധിക്കില്ല. അപ്പോൾ നമുക്കറിയാം, ഭഗവാൻ എന്ന് വെച്ചാൽ പൂർണ്ണനാണ്, ഭഗവാൻ ഒന്നിൻ്റെയും ആവശ്യമില്ല. പക്ഷേ ഒരു ഭക്തൻ ഭഗവാന് വേണ്ടി സേവനങ്ങൾ ചെയ്യുന്നത് ഭഗവാനെ പ്രീതിപ്പെടുത്താൻ വെച്ചാൽ ഭക്തന്റെ ആവശ്യത്തിന് വേണ്ടിയാണ്. കാരണം ഭഗവാന് ശരിക്കും ഇതൊന്നും ആവശ്യമില്ല, ഭഗവാൻ എല്ലാം ഉണ്ട്, ഭഗവാൻ പരമദിവ്യത്വം പുരുഷൻ തന്നെയാണ്. അപ്പോൾ നമ്മുടെ ഇതിനാണ് നമുക്ക് ഭഗവാന് വേണ്ടി സേവനങ്ങൾ ചെയ്യുന്നത്. പക്ഷേ നമുക്ക് നേരിട്ട് ഭഗവാനിലേക്ക് എത്താൻ സാധിക്കില്ല. അപ്പം അതിനു വേണ്ടിയാണ് നമ്മൾ ആ ഒരു ഗുരുവിനെ സ്വീകരിക്കുന്നത്. അങ്ങനെ ആ ഒരു ഗുരുവിലൂടെ മാത്രമാണ് നമുക്ക് അവിടേക്ക് എത്താൻ പറ്റുള്ളൂ. നമുക്കറിയാം, ദേവഹൂതിയുടെ കഥ അറിയാം. അപ്പോൾ ദേവഹൂതി വിചാരിക്കുന്നത് താനൊരു സ്ത്രീയാണ്, അപ്പോൾ അതിനുള്ള ഒരു യോഗ്യത ഇല്ല. അപ്പം അങ്ങനെ ഒരു ഇതിൽ ദേവഹൂതി അവസാനം തൻ്റെ പുത്രനായ ആ ഒരു കപിലദേവനെ തന്നെ ഗുരുവായി സ്വീകരിച്ച് അവസാനം ആ ഭഗവാനിലേക്ക് എത്തുന്നത് നമുക്ക് കാണുന്നുണ്ട്. അപ്പോൾ ഭഗവാന്റെ ആ ഒരു കാരുണ്യം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു ഗുരുവിൻ്റെ ആ ഒരു വളരെയധികം ആവശ്യമുണ്ട്. എന്നാൽ മാത്രമാണ് നമുക്ക് ഭക്തിയിൽ പുരോഗമിക്കാനും പെട്ടെന്ന് ഭഗവാനിലേക്ക് എത്താനും സാധിക്കുള്ളൂ. അപ്പോൾ ഇവിടെ ആശയക്കുഴപ്പത്തിലായപ്പോൾ അവസാനം യുധിഷ്ഠിര മഹാരാജാവ് ഭീഷ്മദേവന്റെ അടുത്തേക്ക് പോവാണ്. അപ്പോൾ അതാണ്, അപ്പോൾ ഗുരു എന്ന് വിളിക്കുന്ന ആ ഒരു ആള് നമുക്കറിയാം, ആ ഒരു ഗുരു പരമ്പരയിലൂടെ വന്ന് അങ്ങനെയുള്ളൊരു ഉയർന്ന വ്യക്തിയായിരിക്കണം. അപ്പോൾ
ഭൗതിക ലോകത്ത് ഇപ്പം നമുക്കറിയാം, നമ്മളായാലും ഏതൊരു മനുഷ്യനായാലും എപ്പോഴും ആശയക്കുഴപ്പത്തിലാണ്. അപ്പം അതാണ് ഇപ്പോൾ പറയേണ്ടത്, പദം പദം വിപദം എന്ന് പറയേണ്ടത് ഭാഗവതത്തിൽ. അപ്പോൾ ഓരോ കാൽവയ്പിലും അപകടം മാത്രമാണ് ഈ ഭൗതിക ലോകത്തുള്ളത്. അപ്പോൾ എന്നാൽ നമ്മൾ വിചാരിക്കുന്നത് ഇത് വളരെ മനോഹരമായ ഒരു സ്ഥലമാണ് എന്നൊക്കെയാണ്. അപ്പോൾ വേദങ്ങളിലും പറയുന്നുണ്ട് തദ്വിജ്ഞാതം സഗുരു ഏവ അഭിഗച്ഛേത്. അപ്പോൾ എന്തെങ്കിലും ആ ഒരു മുണ്ടകോപനിഷത്തിൽ പറയുന്നതാണ്. അപ്പം എന്തെങ്കിലും ആ ഒരു ആശയക്കുഴപ്പം വരികയാണെങ്കിൽ നമ്മൾ ഗുരുവിൻ്റെ അടുത്തേക്ക് പോകണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഗുരുവിൻ്റെ അഭിഗച്ഛേതാണ്. അപ്പോൾ ഗുരുവിൻ്റെ അടുത്തേക്ക് നമുക്ക് പോവാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും ആ ഒരു പൂർണ്ണതയ്ക്ക് എത്തിച്ചേരാൻ പറ്റില്ല. അപ്പോൾ നമ്മളപ്പോൾ ഗുരുവില്ലാണ്ട് നമുക്ക് എന്ത് നേടാം എന്ന് പറയുന്നത് വെച്ചാൽ അതൊരു പൂർണ്ണതയിലേക്ക് എത്താം. ഒരാളുടെ ആ ഒരു ഗുരുവിൻ്റെ ആ ഒരു ഇതുകൊണ്ട് മാത്രമാണ് നമുക്ക് ആ ഒരു അതീന്ദ്രിയമായ ആ ഒരു ഇതിലേക്ക് എത്താനും ഭഗവാനെ പെട്ടെന്ന് മനസ്സിലാക്കാനും ഒക്കെ സാധിക്കുള്ളൂ. അപ്പോൾ വേദങ്ങളും പറയുന്നത് അത് തന്നെയാണ്. അപ്പോൾ ആ ഒരു ജീവിതത്തിൻ്റെ ആ ഒരു പൂർണ്ണത കൈവരിക്കണമെങ്കിൽ ആ ഒരു യഥാർത്ഥമായ ആ ഒരു സ്ഥാനം എന്താണ് എന്നൊക്കെ മനസ്സിലാക്കണമെങ്കിൽ ആ ഒരു ആത്മീയ ഗുരുവിനെ സമീപിച്ചാൽ മാത്രമാണ് സാധിക്കുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പോൾ ആണ് ഗുരു ഏവാഭി ഗച്ഛേതെന്ന് മുണ്ടകോപനിഷത്തിലും പറയുന്നത്. അപ്പോൾ ഒരാൾ എന്തായാലും നമുക്ക് വേണം. അപ്പോൾ ആത്മീയ ഗുരുവിനെ സമീപിച്ചാൽ മാത്രമാണ് നമുക്ക് ആ ഒരു അദ്ദേഹവുമായുള്ള സഹവാസം മൂലവും ആ ഒരു ഇതുകൊണ്ടും ഭഗവാനിലേക്കുള്ള ആ ഒരു ഭഗവാൻ എന്താണ് അല്ലെങ്കിൽ നമ്മൾ എന്താണെന്നുള്ള ആ ഒരു ബോധമൊക്കെ നമുക്ക് വികസിപ്പിച്ചെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു ഉയർന്നമായ ആ ഒരു ബോധത്തിലേക്ക് എത്തുന്ന ആ ഒരു അവസ്ഥേനെയാണ് നമ്മൾ ആ ഒരു കൃഷ്ണാബോധം എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു നിലയിലേക്ക് നമ്മൾ എത്തണം. അപ്പോൾ അങ്ങനെ ആ ഒരു ഗുരുവിൻ്റെ ആ ഒരു സാഹസം മൂലം മാത്രമാണ് നമ്മുടെ എല്ലാവരെയും ഹൃദയത്തിലുള്ള ഭഗവാനെ നമുക്ക് ഉയർത്താൻ പറ്റുള്ളൂ. അപ്പോൾ സാധാരണ ജീവിതത്തിലായാലും നമുക്കറിയാം, നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു ഭയങ്കര ഒരു കൺഫ്യൂഷൻ ഇതൊക്കെ വന്നാൽ നമ്മൾ ആരോടെങ്കിലും ഒക്കെ ചോദിക്കും, ഒരു ഫ്രണ്ടിനോടോ അല്ലെങ്കിൽ ആരോടെങ്കിലും ഒക്കെ ചോദിക്കും. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ യുധിഷ്ഠിര മഹാരാജാവ് ഇത്ര അധികം ആളുകളെ കൊന്നതുകൊണ്ട് വളരെ ഭയപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം പിന്നെ അപ്പോൾ വിചാരിക്കുകയാണ് തൻ്റെ മുത്തച്ഛനായ ഭീഷ്മദേവൻ ശരശയ്യയിൽ കിടക്കുകയാണ്. അപ്പോൾ അവിടെ പോകണം എന്ന് വിചാരിക്കണം. അപ്പോൾ തദവ് വിനാശം അപ്പം അങ്ങനെ വിചാരിച്ച് ആ ഭീഷ്മദേവന്റെ അടുത്തേക്ക് പോവാണ്. അദ്ദേഹത്തിന് നിർദ്ദേശം നൽകാൻ കഴിയുമെന്ന് അദ്ദേഹത്തിന് അറിയായിരുന്നു. അപ്പോൾ ഭീഷ്മദേവന്റെ ആ നിർദ്ദേശമല്ല, സർവധർമ്മം എല്ലാ മതവ്യവസ്ഥകളെ കുറിച്ചും ഭീഷ്മദേവൻ അറിയാം. അപ്പോൾ ഭീഷ്മദേവൻ എന്താണ് ചെയ്യേണ്ടത്, ധർമ്മം എന്താണ് എന്നൊക്കെ പറഞ്ഞു തരും എന്ന് അദ്ദേഹത്തിന് അറിയായിരുന്നു. അപ്പോൾ ഭാഗവതത്തിലും പറയുന്നുണ്ട് ധർമ്മം തു സാക്ഷാത് ഭഗവത് പ്രണി. അപ്പോൾ ഭഗവാൻ എന്താണോ, ഭഗവാന് വേണ്ടി എന്താണോ പറയുന്നത് അതാണ് ധർമ്മം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഭഗവാൻ യഥാർത്ഥത്തിൽ അങ്ങനെ മതതത്വങ്ങൾ നടപ്പാക്കുന്നുണ്ടെങ്കിലും ഈ അസുരന്മാർക്കോ സാധാരണ മനുഷ്യന്മാർക്കോ ഒന്നും യഥാർത്ഥമായ ഒരു മതതത്വങ്ങൾ പെട്ടെന്ന് കിട്ടണമെന്നില്ല, മനസ്സിലാവണമെന്നില്ല എന്നൊക്കെ വേണ്ട. അപ്പോൾ നമുക്ക് അജാമിളന്റെ കഥ അറിയാം. വിഷ്ണുദൂതന്മാർ ആ ഒരു മതതത്വങ്ങൾ ഇങ്ങനെ പറയാൻ ശ്രമിച്ചപ്പോൾ യമദൂതന്മാർ പറയുന്നത് വേദപ്രാണിഹിതോ ധർമ്മം എന്നാണ്. അതായത് വേദസാഹിത്യത്തിലുള്ളതാണ് മതതത്വങ്ങൾ എന്നാണ് പറയുന്നത്. പക്ഷേ വേദസാഹിത്യത്തിലായാലും അതീന്ദ്രിയമായ ഇതെന്താണ് എന്നൊന്നും ആ യമദൂതന്മാർക്കും അറിയുന്നില്ല. പക്ഷെ ഭൗതിക ലോകത്ത് ഭൗതിക വ്യക്തികൾക്കിടയിൽ സമാധാനവും ക്രമമൊക്കെ അങ്ങനെ നിലനിൽക്കാനുള്ളതാണ് വേദങ്ങൾ. അപ്പോൾ ആ ഒരു വേദങ്ങളിൽ പറയുന്നുണ്ട്, ഭഗവത്ഗീതയിലും പറയുന്നുണ്ട്, വേദങ്ങളിൽ ആ ഒരു 3 ഗുണങ്ങളെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. നീ അതിനും ഉപരിയായിട്ട് മുകളിലെത്തണമെന്ന് ഭഗവാൻ അർജുനനോട് പറയുന്നത്. അപ്പോൾ വേദങ്ങളുടെ ആ ഒരു ഇതെന്ന് വെച്ച് വിഷയം വെച്ചാൽ തന്നെ ആ ഒരു 3 ഗുണങ്ങളാണ്. പക്ഷെ ആ ഒരു അതീന്ദ്രിയമായ ആ ഒരു നമ്മുടെ ആ ഒരു മതതത്വങ്ങൾ അല്ലെങ്കിൽ ഭഗവാനെ കുറിച്ചുള്ള ആ ഒരു അറിവൊക്കെ ഈ വേദങ്ങൾക്കും ഉപരിയാണ്, ഈ പ്രകൃതിയിലെ ഗുണങ്ങൾക്കും ത്രിഗുണങ്ങൾക്കും മുകളിലാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ യമദൂതന്മാർക്ക് ആ ഒരു അറിവ് ഉണ്ടായിരുന്നില്ല. അപ്പം അതിനാൽ അവർക്ക് അജാമിളനെ കൊണ്ടുപോകണം എന്ന് വിചാരിച്ചു. പക്ഷെ അവരെ വിഷ്ണുദൂതന്മാർ തടഞ്ഞപ്പോൾ അവർ ഭയപ്പെട്ടു. കാരണം ആ ഒരു വേദാചാരങ്ങൾ അനുസരിച്ച് അവർ വിചാരിക്കുന്നത് അവർ ചെയ്യുന്നതാണ് ശരി എന്നാണ്. അപ്പോൾ ഭഗവത്ഗീതയിൽ ഭഗവാൻ വേണ്ട വേദാവാദരത പാത്തജ്ഞാദസ്തീനിവൻ, അതായത് വേദങ്ങളുടെ അനുയായികൾ എന്ന് കരുതപ്പെടുന്നവർ വേദചടങ്ങുകൾക്ക് അപ്പുറം ഒന്നുമില്ലെന്ന് പറയുന്നു. പക്ഷെ ആ ഒരു
ഇതെല്ലാത്തിനും മുകളിലാണ് ഭഗവാൻ എന്നാണ് പറയുന്നത്. അപ്പോൾ ഭഗവാനാണ് യഥാർത്ഥമായ ആ ഒരു മതതത്വം എന്താണ്, ഭഗവാനാണ് അത് എന്താണ്, എങ്ങനെയാണ് ഭഗവാൻ പറയുന്നതാണ്. അപ്പോൾ ഭഗവത്ഗീതയിലും ഭഗവാൻ പറയുന്നുണ്ട് സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജാണ്. അപ്പോൾ എല്ലാം ഉപേക്ഷിച്ച് എൻ്റെ അടുത്ത് കീഴടങ്ങിയാൽ എല്ലാത്തിനും ഞാൻ രക്ഷിക്കുകയാണ് ഭഗവത്ഗീതയിലും ഭഗവാൻ പറയുന്നുണ്ട്. അപ്പോൾ അതിന് വേദഗ്രന്ഥങ്ങൾ അറിയണം എന്നൊന്നുമില്ല. ആ ഒരു ഭഗവാനെ മനസ്സിലാക്കാനും ഭഗവാന് വേണ്ടി സേവനങ്ങൾ ചെയ്താൽ മാത്രം മതി. കാരണം വേദങ്ങൾ അങ്ങനെ വെച്ചാലും നമ്മളിപ്പോൾ നല്ല കാര്യങ്ങൾ ചെയ്താലും നമുക്ക് അതിൽ പറഞ്ഞപ്പോൾ ഉയർന്ന ഗ്രഹത്തിലുള്ള ദേവന്മാർക്ക് പോലും ആ ഒരു അതീന്ദ്രിയ ജ്ഞാനമില്ല. അപ്പോൾ അതീന്ദ്രിയമായ ആ ഒരു മതതത്വം എന്ന് പറയുന്നത് ഒന്നില്ലെങ്കിൽ ഭഗവാനിൽ നിന്നോ അല്ലെങ്കിൽ അങ്ങനെയുള്ള വ്യക്തികളിൽ നിന്ന് മാത്രമാണ് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അല്ലാണ്ട് സാധാരണ വേദങ്ങളിൽ നിന്നോ അല്ലാണ്ട് സാധാരണമായ ആളുകളിൽ നിന്നോ ഒന്നും നമുക്ക് അങ്ങനത്തെ അതീന്ദ്രിയമായ ആ ഒരു ജ്ഞാനം ലഭിക്കില്ല. അപ്പോൾ ഭഗവാൻ പറയുന്നുണ്ട് സർവയോനിഷു കൗന്ദേയ സംഭവന്തി മൂർത്തി എന്നുണ്ട്. അപ്പോൾ ഭഗവാൻ എല്ലാവരുടെയും പിതാവാണെന്ന് വേണ്ട. അപ്പോൾ ഭഗവാൻ പറഞ്ഞിട്ടില്ല ഞാൻ മനുഷ്യന്മാരുടെ മാത്രം പിതാവാണെന്നും ഭഗവാൻ പറഞ്ഞില്ല. ഭഗവാൻ എല്ലാവരുടെയും പിതാവ് ഭഗവാൻ തന്നെയാണെന്നാണ് ഭഗവാൻ പറഞ്ഞിരിക്കുന്നത്, എല്ലാ ജീവജാലങ്ങളും. അപ്പോൾ ജലത്തിലുള്ളവരായാലും പക്ഷികളായാലും മൃഗങ്ങളായാലും മരങ്ങളായാലും എല്ലാവരും ഭഗവാന്റെ തന്നെ പുത്രന്മാരാണെന്നുണ്ട്. അപ്പോൾ മനുഷ്യരും അങ്ങനെ തന്നെയാണ്, ദേവന്മാരായാലും എല്ലാവരും. അപ്പോൾ എല്ലാ ജീവജാലങ്ങളും എന്നാണ് പറയുന്നത്. അപ്പോൾ അതാണ് ആ ഒരു കൃഷ്ണാബോധത്തിന്റെ സങ്കല്പം എന്ന് പറയുന്നത്. അപ്പോൾ മനുഷ്യന് ആത്മാവുണ്ടെന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. അങ്ങനെ പറയുന്നത് എല്ലാ ജീവജാലങ്ങൾക്കും ഉണ്ടെന്നാണ് പറയുന്നത്. ചെറിയൊരു ഉറുമ്പ് തൊട്ട് അതിപ്പോൾ സസ്യങ്ങളായാലും ജീവികളായാലും അപ്പം എല്ലാവർക്കും ആ ഒരു വ്യത്യസ്തമായ ഒരു ശരീരവും ഇതുണ്ടെന്നല്ലാണ്ട് നമ്മൾ എപ്പോഴും ആ ഒരു വ്യത്യസ്തമായ വസ്ത്രങ്ങൾ ധരിച്ച പോലെ ശരീരങ്ങൾ നമ്മൾക്കുണ്ടെന്നല്ലാണ്ട് ഏത് രൂപത്തിലായാലും ആ ഒരു ആത്മാവ് എല്ലാവരിലും ഉണ്ട്. അപ്പോൾ അതാണ് ഭഗവാൻ മനസ്സാവയോനിഷ. അപ്പം എല്ലാവരും ജീവജാലങ്ങൾ തന്നെയാണ് നമ്മൾ. അപ്പോൾ അതാണ് ആ ഒരു തത്വചിന്ത. അപ്പോൾ ഈ എല്ലാവരും ഒരുപോലെയാണ്. ഇപ്പം നമ്മൾ ഉള്ള പോലെ തന്നെയാണ് മറ്റു മൃഗങ്ങളും എല്ലാം. അപ്പോൾ ഭഗവത്ഗീതയിൽ വേണ്ട വിദ്യാവിനയ സമ്പന്ന ബ്രാഹ്മണ ഗവിഹസ്തിനി ശുചിച്ചൈവസ്വ പാക്കേജ പണ്ഡിത സമദർശനം. അപ്പോൾ യഥാർത്ഥ അറിവുള്ള ഒരാൾ പറഞ്ഞിട്ട് എല്ലാവരെയും ഒരുപോലെയാണ് ദർശിക്കുള്ളൂ. അതിപ്പോൾ പണ്ഡിതനായാലും പശു ആയാലും ആനയായാലും ചണ്ടാലായാലും എന്തായാലും അയാളൊരു സമഭാവനയോടെ മാത്രം കാണുള്ളൂ എന്ന് വേണ്ട. അപ്പോൾ ആ കൃഷ്ണാബോധമുള്ള ആ ഒരു വ്യക്തിക്ക് അറിയാം അങ്ങനെ ഒരു വകതിരിവില്ല എന്ന്. അപ്പോൾ എത്ര വലിയ ആളുകളായാലും മനുഷ്യരായാലും എല്ലാവരും ഒന്ന് തന്നെയാണ്. എല്ലാവരുടെയും ഉള്ളിൽ ആ പരമാത്മാവായ ഭഗവാൻ ഉണ്ട്. അത്തരമൊരു ആ ഒരു ജ്ഞാനമാണ് യഥാർത്ഥമായ ആ ഒരു ജ്ഞാനം എന്ന് പറയുന്നത്. അപ്പോൾ ബാക്കിയെല്ലാം വ്യത്യസ്തങ്ങളായ ശരീരം മാത്രമാണ്. ജീവജാലങ്ങൾ പല ശരീരത്തിലുണ്ടെങ്കിലും ആ ഒരു സാഹചര്യം ഇല്ലാതെ തന്നെ ഏത് ജീവിയായാലും പരമാത്മാവ് ഭഗവാൻ എല്ലാവരിലും ഉണ്ട്. അപ്പോൾ ഭൗതിക പ്രകൃതിയുടെ വ്യത്യസ്ത ഗുണങ്ങളുടെ ആ ഒരു ഇതായിട്ടാണ് നമുക്ക് ഒരുപാട് ശരീരങ്ങൾ ലഭിച്ചിരിക്കുന്നത്. പക്ഷെ ശരീരത്തിനുള്ള പരമാത്മാവും ആത്മാവും എല്ലാം ഒരേ ആത്മീയ ഗുണമുള്ളവയാണ്. പക്ഷെ നമുക്കറിയാം ഭഗവാന്റെ ആ ഒരു ഗുണത്തിനോടും അല്ലെങ്കിൽ എപ്പോഴും ഒരേ അളവിലായിരിക്കില്ല നമ്മളെന്നുള്ളത്. അപ്പോൾ വ്യക്തിഗതമായ ആത്മാവ് ആ ഒരു ശരീരത്തിൽ മാത്രമേ ഉള്ളൂ. പക്ഷെ ആ ഒരു ഭഗവാന്റെ ആ ഒരു പരമാത്മാവ് എന്ന് പറയുന്നത് എല്ലാ ശരീരത്തിലും ഒരേപോലെ തന്നെയുണ്ട്. അപ്പോൾ ആ ഒരു കൃഷ്ണാബോധത്തിലെത്തിയ ആ ഒരു വ്യക്തിക്ക് അദ്ദേഹത്തിന് അറിയാം എല്ലാവരിലും ഭഗവാനാണ്. അപ്പം എല്ലാവരെയും അങ്ങനെയുള്ളൊരു വ്യക്തി സമഭാവനയിൽ മാത്രമാണ് കാണുള്ളൂ. അപ്പോൾ ആ ഒരു ആത്മാവും പരമാത്മാവും എന്ത് ചെയ്തെന്ന് വെച്ചാൽ രണ്ടുപേരും ബോധമുള്ളവരും ബോധവും ശാശ്വതമായിട്ടും ഇങ്ങനെ ആനന്ദഭൈതവും എന്നാണ്. അപ്പോൾ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ആ ഒരു ശരീരത്തിൻ്റെ ആ ഒരു പരിമിതമായ ആ ഒരു ഇതിൽ ആ ഒരു വ്യക്തിഗത ആത്മാവ് ബോധവാനാണ്. പക്ഷെ ആ പരമാത്മാവെന്ന് വെച്ചാൽ എല്ലാ ശരീരത്തിനെ പറ്റിയും ബോധമുണ്ട് ആ ഒരു പരമാത്മാവിന്. അപ്പോൾ എല്ലാ ശരീരത്തിലും ഒരു വ്യത്യാസം ഇല്ലാണ്ട് അദ്ദേഹം ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള ഒരാൾക്ക് മാത്രമാണ് അങ്ങനെ തുല്യമായി കാണാൻ കഴിയുള്ളൂ. അപ്പോൾ മഹാരാജാവ് യുധിഷ്ഠിരൻ അതന്നെയാണ് പറയുന്നത്, എല്ലാ പ്രജകളെയും കുറിച്ച് ചിന്തിക്കുന്നു. അപ്പോൾ മനുഷ്യൻ മാത്രമല്ല അവിടെ ഉണ്ടായ ആ ഒരു മൃഗങ്ങളെക്കുറിച്ചും എല്ലാവരെക്കുറിച്ചും അദ്ദേഹം ചിന്തിക്കുന്നു. അപ്പോൾ ദേവവ്രതം എന്ന് പറയുന്നത് ഭീഷ്മദേവന്, വ്രതം എന്നാൽ പ്രതിജ്ഞ എന്നാണ്. അപ്പോൾ ദേവൻ എന്നാ ദൈവം. അപ്പോൾ ആ ഒരു ഭീഷ്മദേവൻ ആ ഒരു ബ്രഹ്മചാരി വ്രതം സ്വീകരിച്ചപ്പോഴും ബ്രഹ്മചാരിയായി തുടരും. അങ്ങനെ ആ ഒരു പ്രതിജ്ഞ എടുത്ത ആ ഒരു ദേവവ്രതൻ എന്ന ആ ഒരു പേരിട്ട് അങ്ങനെ ആ ഒരു
നൈഷ്ഠിക ബ്രഹ്മചാരിയായി അദ്ദേഹം. അപ്പോൾ അങ്ങനെ ഒരു ഉയർന്ന സമൂഹത്തിലുള്ള ആ ഒരു അദ്ദേഹത്തിന് മാത്രം സാധ്യമായതാണ് അങ്ങനെയുള്ളൊരു കാര്യം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരങ്ങനെ ദേവവ്രതൻ എന്നാക്കി. ഇനി അടുത്ത ശ്ലോകം നോക്കാം. ശ്ലോകം 2. തദാ തേ ഭ്രാതര സർവേ സദശ്വൈ സ്വർണഭൂഷിതൈ അന്യഗച്ഛന്ത്യതൈ വിപ്രാ വ്യാസധൗമ്യാദയസ്തദാ. വാക്കർത്ഥം: തഥാ അപ്പോൾ, തേ അവരെല്ലാം, ഭ്രാതാക്കൾ, സർവേ ഒന്നിച്ച്, സത് ഐശ്വര്യ ഒന്നാന്തരം അശ്വങ്ങളാൽ വലിക്കപ്പെടുന്ന, സ്വർണഭൂഷിതൈ സ്വർണങ്ങളാൽ അലങ്കൃതമായ, അനഗച്ഛൻ ഒന്നിനു പിറകെ മറ്റൊന്നായി, രഥൈ രഥങ്ങളിൽ, വിപ്രൈ ബ്രാഹ്മണൻ, വ്യാസ മഹർഷി, ദൗമ്യൻ ആദയ മറ്റുള്ളവരും, തഥാ കൂടെ. വിവർത്തനം ബൈ ശ്രീല പ്രഭാത് കി ജയ്. അപ്പോൾ സ്വർണാലങ്കൃതമായ ഒന്നാന്തരം കുതിരകളെ ബന്ധിച്ച മനോഹര രഥങ്ങളിൽ അദ്ദേഹത്തിന്റെ സഹോദരന്മാരെല്ലാം അദ്ദേഹത്തെ അനുഗമിച്ചു. അവരോടൊപ്പം വ്യാസദേവനും ദൗമ്യനെ, പാണ്ഡവരുടെ കുലഗുരുവെ പോലുള്ള ഋഷിമാരും മറ്റുള്ളവരും ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഇവിടെ പണ്ട് സദൈശ്വര്യ സ്വർണഭൂഷിത, അതായത് പണ്ട് ആ ഒരു കുതിരകള് നമുക്കറിയാം, പണ്ടെന്ന് വെച്ചാൽ കുതിരകൾ, ആനകൾ, അങ്ങനെയുള്ള ആ ഒരു രഥങ്ങളുടെ ആ ഒരു കാൽവൽപ്പടയാവുന്നു. അപ്പം 1 2 അല്ല, അങ്ങനെ ആ ഒരു ഒരുപാട് ആ ഒരു നമുക്കറിയാം യുദ്ധത്തിനായാലും അക്ഷൗണി പടകളുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഒരുപാട് കുതിരകൾ, ഒരുപാട് ആനകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത്ര അധികം ആ ഒരു മൃഗങ്ങൾ പോലും ഉണ്ടായിരുന്നു യുദ്ധത്തിന്. അപ്പോൾ ഇവിടെ ആ ഒരു കുതിരകളെയും ആനകളെ ആ ഒരു പട ഫുള്ള് ആ ഒരു സ്വർണ്ണാഭരണം കൊണ്ട് ഫുള്ള് അലങ്കരിച്ച് അത്രയും ആ ഒരു ഐശ്വര്യത്തെയാണ്, അത്രയും ആ ഒരു കുരുക്ഷേത്ര യുദ്ധം കഴിഞ്ഞപ്പോൾ അവരുടെ ആ ഒരു ഖജനാവിൽ ഇതെല്ലാം അവസാനിച്ചു. അപ്പോൾ യുദ്ധത്തിന്റെ ചെലവെന്ന് പറഞ്ഞാൽ ഒരുപാട് ചെലവുണ്ടാകുന്നു ഓരോ ദിവസം. അപ്പോൾ യുധിഷ്ഠിര മഹാരാജാവ് ഒരു യാഗം ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ യാഗം ചെയ്യാനായിട്ട് അത്രയധികം പണം, ധാന്യം, ആഭരണം, അപ്പം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വേണം. അപ്പം അതിനും ഒരുപാട് പൈസ വേണം. അപ്പോൾ അർജുനനോട് പറയാണ്, എവിടെന്നെങ്കിലും കുറച്ച് പണം വേണം ഇതിന്. അപ്പോൾ യാഗം നടത്താൻ കഴിയില്ല. അപ്പോൾ എല്ലാം ഖജനാവ് ഫുള്ള് പൂർത്തിയായി യുദ്ധം കഴിഞ്ഞപ്പോൾ. അപ്പോൾ അർജുനനും ഭയങ്കര ആശയക്കുഴപ്പമായി. അപ്പോൾ അവിടെ ഭഗവാനാണ് അർജുനനോട് പറയുന്നത്. അപ്പോൾ ആ ഒരു രാജാവിൻ്റെ കഥയുണ്ട്. രാജാവ് അങ്ങനെ മഹാദേവന്റെ ആ ഒരു കൃപയാല് ആ ഒരു സ്വർണ്ണഖനി പർവ്വതത്തെക്കുറിച്ച് അങ്ങനെ ഒരു വിവരം ലഭിച്ച് അദ്ദേഹത്തിന് നൽകുന്നത്. അപ്പം അങ്ങനെ ആ രാജാവ് അങ്ങനെ ഒരുപാട് സ്വർണം നിർമ്മിച്ചു. അപ്പോൾ അങ്ങനെ ബ്രാഹ്മണർക്കും അങ്ങനെ ആ ഒരു സ്വർണ്ണ പാത്രം കൊടുക്കുന്നത് ഉണ്ട്. അപ്പം അങ്ങനെ ആ ഒരു യാഗവേദിയിൽ നിന്ന് പുറത്തു വരുമ്പോൾ അവര് ബ്രാഹ്മണർ വിചാരിക്കും ഈ ഒരു സ്വർണ്ണപാത്രം എന്ന് വെച്ചാൽ ഭയങ്കര ഭാരമാണ്, അതുപോലെ അവർക്ക് വലിയ ആവശ്യമില്ല, അവരിങ്ങനെ സഞ്ചരിക്കണം. അപ്പോൾ അവരത് വലിച്ചെറിയും. അപ്പോൾ ഇന്നത്തെ കാലത്താണെങ്കിൽ നമുക്കറിയാം, നമുക്കിപ്പോൾ അങ്ങനെയൊന്നും ചെയ്യില്ല. അപ്പം അങ്ങനെ ആ ഒരു സ്വർണ്ണത്തകിട് അവർ എറിഞ്ഞു കളഞ്ഞു. അപ്പോൾ അങ്ങനെ അവസാനം ആ ഒരു അങ്ങനെ ഒരു പർവ്വതത്തിനടുത്ത് അങ്ങനെ ആ സ്വർണ്ണ തകിടിന്റെ കൂമ്പാരങ്ങൾ ഉണ്ടാകുന്നു ഹിമാലയൻ പർവ്വതത്തിനടുത്ത്. അപ്പം അങ്ങനെ ഭഗവാൻ അർജുനോട് പറയാണ്, അവിടെ പോയിട്ട് സ്വർണ്ണത്തകിടുകൾ ശേഖരിച്ചുകൊണ്ട് വരിക, അപ്പോൾ നിനക്ക് ആവശ്യത്തിനുള്ള യാഗം നടത്താനുള്ള പണം കിട്ടുന്നു. അപ്പം അങ്ങനെ അർജുനൻ അവിടെ പോയിട്ട് അതും ശേഖരിച്ച് തൻ്റെ ജ്യേഷ്ഠനെ കൊണ്ട് കൊടുക്കുകയാണ്. അപ്പം അങ്ങനെയാണ് അർജുന് പിന്നെ ധനഞ്ജയൻ എന്ന് വന്നത്. അപ്പോൾ ആ ഒരു സമ്പത്തിനെയും കീഴടക്കി എല്ലാത്തിനെയും കീഴടക്കാൻ വേണ്ടി. അപ്പം അങ്ങനെ അന്ന് മുതലാണ് അദ്ദേഹത്തിന് അങ്ങനെ ഒരു പേര് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ഇപ്പോഴായാലും ഒരുപാട് പേരും മനുഷ്യന്റെ ആ ഒരു ഐശ്വര്യം എന്ന് പറയുന്നത് സ്വർണ്ണമാണ് എന്ന് വിചാരിക്കണം. സ്വർണം കുറേ ഉണ്ട്. അപ്പോൾ പണ്ട് കാലത്താണെങ്കിൽ നമുക്കറിയാം എത്ര ധാന്യമുണ്ട്, അല്ലെങ്കിൽ എത്ര ഇപ്പം നമുക്ക് നന്ദ മഹാരാജാവിൻ്റെ കഥയിലും എത്ര പശുക്കളുണ്ട് എന്നാണ് നോക്കാറ്. ഗോപാലന്മാരൊക്കെ എത്ര പശുവുണ്ട്, പാലുണ്ട്, അങ്ങനെയുള്ളവരാണ് സമ്പന്നർ എന്ന് പറയാറ്. നമ്മുടെ ഇപ്പോഴത്തെ പോലെയല്ല. അപ്പോൾ അപ്പോഴും നമുക്കറിയാം ഭഗവാന് അത്ര നന്ദ മഹാരാജാവിൻ്റെ മകനായിട്ട് പോലും ഭഗവാനും ഗോപാലന്മാരോടൊപ്പം പോയിട്ട് ആ കുട്ടികളുടെ കൂടെ പശുവിനെയൊക്കെ മേയിച്ച് നടക്കുകയായിരുന്നു. അപ്പോൾ ഇതൊക്കെ ആസ്വദിച്ച് യമുനാ തീരത്തൊക്കെ നടക്കുമായിരുന്നു. അപ്പോൾ അതാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ പണ്ട് കാലത്തെന്ന് വെച്ചാൽ അങ്ങനെ ആയിരുന്നു ആ ഒരു സമ്പ്രദായം എന്ന് വെച്ചാൽ. അങ്ങനെ ഇപ്പോഴത്തെ കാലത്തെ പോലെ സ്കൂളിൽ പോകും അങ്ങനെയൊന്നുമല്ല. അപ്പോൾ അങ്ങനെ ആയിരുന്നു. അപ്പോൾ ഭഗവാന്റെ കാലത്ത്, ഭഗവാൻ ഉണ്ടായ കാലത്തൊക്കെ. അപ്പോൾ അത് കഴിഞ്ഞ് ഭഗവാൻ പിന്നെ ഇവിടെ തിരിച്ച് ദ്വാരകയിലേക്ക് വരുമ്പോൾ പിന്നെ ക്ഷത്രിയനായി. അപ്പോൾ അങ്ങനെ ആ ഒരു യുദ്ധം ചെയ്യാനുള്ള വിദ്യാഭ്യാസം കിട്ടി. പിന്നെ അങ്ങനെ യുദ്ധം ചെയ്തു. അപ്പം അങ്ങനെ
അപ്പോൾ യുധിഷ്ഠിരനും ഇവിടെ ക്ഷത്രിയനാണ് അദ്ദേഹം. അപ്പോൾ ആ ഒരു രാജകീയ രീതിയിൽ തന്നെ ഭീഷ്മദേവനെ കാണാൻ പോവാണ്. അപ്പോൾ കൂടെ ഒരുപാട് ക്ഷത്രിയന്മാരും രാജാക്കന്മാരും വേറെ ഒരുപാട് പേരും കൂടെ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ കൂടെ. അപ്പോൾ അവരെല്ലാവരും അവരുടെ ആ ഒരു അന്നത്തെ കാലത്ത് വെച്ചാൽ ആ ഒരു ബ്രാഹ്മണ സമൂഹമാണ്, അതായത് ബ്രാഹ്മണർ എന്ത് പറയുന്നു, പണ്ഡിതർ എന്ന് പറയുന്നു, ആ ഒരു ഇതാണ് രാജാക്കന്മാര് സ്വീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പോന്ന് വെച്ചാൽ നമ്മളങ്ങനെയല്ല. അപ്പോൾ മഹാരാജാവ് യുധിഷ്ഠിരൻ ഇപ്പോൾ പോണ വഴിയിൽ ഒരുപാട് സ്ത്രീകൾ അതുപോലെ കുട്ടികൾ അങ്ങനെ ഒരുപാട് ആളുകളുടെ കുടുംബങ്ങളെല്ലാം നഷ്ടപ്പെട്ടു. അപ്പോൾ അവരൊക്കെ ഇനി എന്ത് ചെയ്യും, അവരൊക്കെ എങ്ങനെ പരിപാലിക്കും, അങ്ങനെ ആ ഒരു വലിയൊക്കെ ഉത്തരവാദിത്തം എങ്ങനെ ഏറ്റെടുക്കും. അപ്പം അങ്ങനെയൊക്കെ യുധിഷ്ഠിര മഹാരാജാവ് ആലോചിക്കുന്നുണ്ട്. അപ്പോൾ ഭഗവാൻ തന്നെ അപ്പം ആ ഒരു ചാതുർവർണ്ണ്യം സൃഷ്ടിച്ചത് നമുക്ക് പറയണ്ട. അപ്പം എല്ലാവരും ഒന്നല്ല, അപ്പം എല്ലാവർക്കും ആ ഒരു ഇതുണ്ട്. ഭൗതിക പ്രകൃതി എന്ന് പറയുന്നത് 3 രീതിയിലാണ് പറയുന്നത്: നന്മ, അഭിനിവേശം, അജ്ഞത. അപ്പോൾ നമ്മൾക്ക് എപ്പോഴും ആ ഒരു വിഭജനം ഉണ്ടായിരിക്കും. അങ്ങനെ 3 തരത്തിലുള്ള ആ ഒരു ഇത് എപ്പോഴും ഒരു ഉണ്ടാവും എന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ആ ഒരു ഭഗവാൻ തന്നെ അങ്ങനെ ആ ഒരു ചാതുർവർണ്ണ്യം സൃഷ്ടിച്ചു എന്ന് ഭഗവാൻ പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു ദൈവത്തിന്റെ സൃഷ്ടി ആയതുകൊണ്ട് എപ്പോഴും അങ്ങനെ ഒരു ഡിഫറൻസ് എപ്പോഴും ഉണ്ടാവും. അപ്പോൾ ഭഗവാൻ നമ്മുടെ ആഗമാപായനാനിത്യം. അപ്പോൾ ദുരവസ്ഥ, സന്തോഷം, അപ്പം എല്ലാം നമ്മൾ വിചാരിക്കുന്നത് ഇവിടെയുള്ള സന്തോഷം ആണ് യഥാർത്ഥ സന്തോഷം, ഭൗതികമായിട്ട് നമ്മൾ സന്തോഷിക്കുമ്പോൾ സന്തോഷമാണ് എന്നൊക്കെ നമ്മൾ വിചാരിക്കുന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ നമ്മൾ ആ ഒരു ദുഃഖിക്കുകയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നില്ല. അപ്പോൾ ഭൗതിക പ്രകൃതി അങ്ങനെയാണ്, നമ്മൾ എപ്പോഴും സുഖിച്ച് നമ്മളെ ജീവിക്കാൻ അനുവദിക്കില്ല. നമുക്കറിയാം പ്രകൃതി നിയമം അനുസരിച്ച് ത്രിതാപ യതന 3 ദ്വൈതങ്ങൾ ആധ്യാത്മിക, നമ്മുടെ മനസ്സും ശരീരവും കൊണ്ടുവരുന്നത്, ആദി ഭൗതിക നമുക്കറിയാം മറ്റുള്ള ജീവജാലങ്ങളിൽ നിന്ന് വരുന്നത്, പിന്നെ ആദി ദൈവിക മറ്റു ദേവന്മാരിൽ നിന്നൊക്കെ വരുന്നുണ്ട്, പ്രകൃതി എന്നൊക്കെ വരുന്നത്. അപ്പോൾ ഒരു ഭൗതിക ലോകത്ത് എപ്പോഴും നമ്മൾ ആ ഒരു ദുരിതങ്ങൾക്കിടയിൽ കഠിനാധ്വാനം ചെയ്തുകൊണ്ടിരിക്കുക മാത്രമാണ്. പക്ഷെ നമ്മൾ വിചാരിക്കുന്നു നമ്മളെല്ലാവരും വളരെ സന്തുഷ്ടരാണ്, എല്ലാം നമ്മുടെ ഇതിനാണ് എന്നൊക്കെ. പക്ഷെ ഭഗവാനിലേക്ക് എത്താണ്ട് ഭഗവാനെ കുറിച്ച് ആ ഒരു അറിവ് ഇതും വന്ന് ഭഗവാന് വേണ്ടി ആ ഒരു ഇതിലേക്ക് എത്താണ്ട് നമുക്ക് ആ ഒരു ശരിക്കുള്ള ആ ഒരു അറിവ് കിട്ടില്ല. അപ്പോൾ ലോകത്ത് നമ്മൾ 2 കണ്ട് പ്രഭാവ പ്രളയം. അപ്പോൾ പ്രഭാവം എന്ന് വെച്ചാൽ അപ്പോൾ ഫസ്റ്റ് തന്നെ എല്ലാം ഉൽപ്പാദിക്കുന്നു, പ്രളയം എല്ലാം ഉന്മൂലനം ചെയ്യപ്പെടുന്നു. അപ്പോൾ ഇതിങ്ങനെ ആ ഒരു നിശ്ചിത ഘട്ടത്തിൽ ആ ഒരു സമയമാകുമ്പോൾ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ ആ ഒരു ഭഗവാനിലേക്ക് എത്തിയാൽ മാത്രമാണ് നമുക്ക് ആ ഒരു യഥാർത്ഥ അറിവ് കിട്ടി ഭഗവാന് വേണ്ടി സേവനങ്ങൾ ചെയ്ത് എല്ലാം മനസ്സിലാക്കാനും നമ്മുടെ ഈ ആശയക്കുഴപ്പങ്ങളിൽ നിന്നും എല്ലാം ദുഃഖങ്ങളിൽ നിന്നും എല്ലാം നമുക്ക് ശരിക്കുള്ള ആ ഒരു രക്ഷപ്പെടൽ അല്ലെങ്കിൽ ശരിക്കും നമുക്ക് സന്തോഷം എന്താണ്, അതീന്ദ്രിയമായ സന്തോഷമാണ് എല്ലാത്തിനും വലുത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇത്രയാണ് ഈ 2 ശ്ലോകത്തിൽ നിന്ന് എനിക്ക് പറയാനുള്ളത്. ഹരേ കൃഷ്ണ.